Dear students, today we shall begin the third unit of Module 4. Module 4, first unit, we have already discussed about the input tax credit mechanism and cascading impact of taxation. And in second unit, we discussed the input service distribution system. And in third unit, we shall discuss about GST invoice. GST invoice details are given in section 31. As per section 31 of the CGST Act 2017, every supply shall be accompanied by an invoice issued by the supplier. ഓരോ സപ്ലൈയും ഒരു ഇൻവോയ്സും കൂടി കൂട്ടി വേണം നടപ്പിലാക്കാനായിട്ട്. So GST invoice is required to be issued for every supply. GST invoice to be issued for every supply, as it is a document evidencing supply of goods and services. So GST invoice is a document evidencing the supply of goods and services which become the basis for a charge of tax. GST invoice is the basis of charge of tax. ടാക്സ് ചാർജ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം ഇൻവോയ്സ് ആണ്. അതുകൊണ്ട് എല്ലാ സപ്ലൈയും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഫോർ എവറി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻവോയ്സ് ഷുഡ് ബി ഇഷ്യൂഡ്. അത് സെക്ഷൻ 31 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Then what is an invoice? An invoice is a commercial instrument. It's a commercial instrument issued by a seller to the buyer. An invoice is a commercial instrument issued by the seller to the buyer. Seller ബയർക്ക് കൊടുക്കുന്ന ഒരു commercial instrument ആണ് invoice. Again, an invoice identifies both the trading parties and list, describes and quantifies. List describes and quantifies the item sold, shows the date of shipment and mode of transport, price and discounts if any, and the delivery and payment terms. സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻവോയ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻവോയ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും, ഇൻക്ലൂഡിങ് ദി മോഡ് ഓഫ് പേയ്മെൻറ്റ്, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, എന്തൊക്കെ ഐറ്റങ്ങളാണ്, ആരാണ് സപ്ലയർ, അതുപോലെ തന്നെ ആരാണിത് പർച്ചേസ് ചെയ്യുന്നത്, വാട്ട് ക്വാണ്ടിറ്റി, വാട്ട് ഈസ് ദി പ്രൈസ്, ടാക്സബിൾ എമൗണ്ട് എത്രയാണ്. ഒരു സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻവോയ്സ്. ദെൻ ഇൻ സർട്ടൻ കേസസ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, എക്സ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് സൈൻഡ് ബൈ ദി സെല്ലർ ഓർ സെല്ലേഴ്സ് ഏജന്റ്. ഇൻ സർട്ടൻ കേസസിൻ്റെ അകത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താ, എക്സ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് സൈൻഡ് ബൈ ദി സെല്ലർ ഓർ സെല്ലേഴ്സ് ഏജന്റ്, an invoice serves as a demand for payment. ചില സാഹചര്യങ്ങളിൽ ഇൻവോയ്സ് ഒരു ഡിമാൻഡ് ഫോർ പേയ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ബിക്കംസ് എ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ വെൻ പെയ്ഡ് ഇൻ ഫുൾ. പൂർണ്ണമായിട്ടും പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ ഇൻവോയ്സ് എന്താ, ഒരു ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിലായിട്ട് മാറുന്നു. GST ആക്ട് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ടാക്സ് ഇൻവോയ്സ് ഓർ GST ഇൻവോയ്സ്. ദെൻ ഇൻവോയ്സ് നമ്മൾ എന്താ, the invoices have been divided into several categories under the GST regime. They are ഒരു 4 തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഒന്ന് GST ഇൻവോയ്സ്, വീണ്ടും എന്താ
ബിൽ ഓഫ് സപ്ലൈ, മൂന്നാമത് ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്, നാലാമത് വൗച്ചേഴ്സ്. GST റെജീമിൽ പ്രധാനമായിട്ടും ഈ 4 ഡോക്യുമെന്റുകൾ മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അതിന് മുമ്പ് നിലവിലിരുന്ന ടാക്സേഷൻ സിസ്റ്റത്തിൽ ഇതിലധികം അല്ലെങ്കിൽ വളരെയധികം ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പം അത് മാറിയിട്ട് ഈ തരത്തിലുള്ള 4 ഡോക്യുമെന്റ്സേ വരുന്നുള്ളൂ. സോ ഇറ്റ് റിമൂവ്സ് ദി പ്രിവലന്റ് ഇൻവോയ്സിംഗ് സിസ്റ്റം. പ്രിവലന്റ് ഇൻവോയ്സിംഗ് സിസ്റ്റം എന്താ? GST നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇൻവോയ്സിംഗ് സിസ്റ്റം GST നിലവിൽ വന്നതോടുകൂടി മാറ്റപ്പെട്ടു. അവിടെ ഒരു 4 ഡോക്യുമെന്റുകളിലേക്ക് ചുരുങ്ങി. ഇതിന് മുമ്പുണ്ടായിരുന്ന എന്തൊക്കെയാണ്? ടാക്സ് ഇൻവോയ്സ്, വാറ്റ് ഇൻവോയ്സ്, എക്സൈസ് ഇൻവോയ്സ് ആൻഡ് റീറ്റെയിൽ ഓർ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്. ഈ എല്ലാ ഇൻവോയ്സുകളും ഒന്നിലൊന്ന് വ്യത്യസ്തമായിരുന്നു. സോ ഓൾ ദീസ് ഇൻവോയ്സസ് വെയർ എക്സ്ക്ലൂസീവ് ടു ഈച്ച് അതർ. വ്യത്യസ്തമായിരുന്നു. സോ ദേ വെയർ ചാർജ് അണ്ടർ സെപ്പറേറ്റ് ലോസ്. ഇതെല്ലാം വ്യത്യസ്തമായ നിയമങ്ങൾക്ക് കീഴിലാണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഹാവിംഗ് സെപ്പറേറ്റ് ജൂറിസ്ഡിക്ഷൻ ആൻഡ് ആപ്ലിക്കബിലിറ്റി. Then again, since GST is one nation tax, GST യുടെ പ്രത്യേകത എന്താ? It's a one nation tax. One nation, one tax, one market. GST നിലവിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. ഒരു രാജ്യം, ഒരൊറ്റ മാർക്കറ്റ്, ഒരൊറ്റ ടാക്സ്. ഇന്ത്യയിൽ നിങ്ങൾ എവിടെ ചെന്നൊരു വസ്തു വാങ്ങിയാലും, ഒരു ചരക്കുകൾക്ക് അല്ലെങ്കിൽ സാധനങ്ങൾക്ക്, സേവനങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഒരേ വില, ഒരേ ടാക്സ്. ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. Then, since GST is one nation tax, it will be mandatory to issue only the former documents by all taxpayers. ഈ 4 ഡോക്യുമെന്റുകൾ മാത്രം എല്ലാ ടാക്സ് പേയേഴ്സും കൊടുത്താൽ മതി. GST ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട് ആൻഡ് വൗച്ചേഴ്സ്. ഇന്ത്യയിൽ എവിടെയും ഉള്ള സപ്ലയേഴ്സ് പ്രധാനമായിട്ടും ഏതൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും ഈ 4 ഡോക്യുമെന്റുകൾ മാത്രം ഇഷ്യൂ ചെയ്താൽ മതി. ഈ എല്ലാ ഡോക്യുമെന്റുകളും GSTയുടെ കീഴിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. എല്ലാ ഡോക്യുമെന്റുകളും ജൂറിസ്ഡിക്ഷൻ GSTയുടെ കീഴിലാണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ ഡോക്യുമെന്റ് ആയിട്ട് വരുന്നത് എന്താ? GST ഇൻവോയ്സ് ഓർ ടാക്സ് ഇൻവോയ്സ്. നമുക്ക് GST ഇൻവോയ്സ് അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് എന്താണെന്ന് നോക്കാം. സെക്ഷൻ 31 ഓഫ് ദി CGST ആക്ട് 2017 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ സപ്ലൈയും ഒരു ഇൻവോയ്സിന്റെ കീഴിലായിരിക്കണം. ഈ ഇൻവോയ്സ് എന്താണ്? ടാക്സ് ഇൻവോയ്സ് ഓർ GST ഇൻവോയ്സ് simply means invoice showing the description. Simply means invoice showing the description, quantity and value of goods and tax charge. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, വാല്യൂ ഓഫ് ഗുഡ്സ്, ടാക്സ് ചാർജ്, along with other details of supplier and the recipient of goods and services. ഒരു GST അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്? പ്രധാനമായിട്ടും ഡിസ്ക്രിപ്ഷൻ, ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഡിസ്ക്രിപ്ഷൻ. ദെൻ ക്വാണ്ടിറ്റി, ഗുഡ്സ് ആണെങ്കിൽ ക്വാണ്ടിറ്റി. ദെൻ വാല്യൂ ഓഫ് ഗുഡ്സ് and tax charge along with other details of supplier and recipient of goods and services. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇൻവോയ്സിൽ കാണിച്ചിരിക്കണം. ഇതാണ് ഇൻവോയ്സിന്റെ പ്രത്യേകത. Then the GST law mandates that, GST നിയമം എന്താ? മാൻഡേറ്റ്, ലീഗലി ഓബ്ലിഗേറ്ററി ആക്കി മാറ്റുന്നു. GST law mandates that any registered person buying goods or services from an unregistered person needs to issue a payment voucher as well as a tax invoice. അപ്പോൾ GST law mandates ചെയ്യുന്നത് എന്താണ്? Any registered person buying goods and or services from an unregistered person. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നും ഗുഡ്സോ സർവീസോ വാങ്ങിക്കുകയാണ് എങ്കിൽ needs to issue, so the registered person needs to issue a payment voucher as well as tax invoice.
രജിസ്റ്റേർഡ് പേഴ്സൺ അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് സാധനങ്ങളോ സേവനങ്ങളോ സ്വീകരിക്കുമ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും പേയ്മെന്റ് വൗച്ചറും ടാക്സ് ഇൻവോയ്സും ഇഷ്യൂ ചെയ്യുന്നത്. Then the type of invoice to be issued depends on the category of registered person making the supply. ഇനി ഏത് തരത്തിലുള്ള ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ രജിസ്റ്റേർഡ് പേഴ്സന്റെ സപ്ലൈ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് എന്നതനുസരിച്ചാണ്. Then again, if a registered person is making or receiving supplies from unregistered person, if a registered person is making or receiving supplies, രണ്ടുമുണ്ട്, making or receiving supplies from an unregistered person, then a tax invoice needs to be issued by such a registered person. അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നും ഗുഡ്സോ സർവീസസോ വാങ്ങുമ്പോൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് അവർക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല, അവർക്ക് അതിനുള്ള അറേഞ്ച്മെന്റ് ഇല്ല. അപ്പം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നും സാധനങ്ങളോ സേവനങ്ങളോ സ്വീകരിക്കുമ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. However, if a registered person is dealing only in exempted suppliers, registered person എന്താ? Registered person is dealing only in exempted supplies, എന്ന് പറഞ്ഞാൽ ടാക്സ് എക്സംപ്റ്റ് ആയിരിക്കുന്ന സപ്ലൈസ്, exempted supplies, or is availing the composition scheme. ഇപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ എന്താ? എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോമ്പോസിഷൻ സ്കീമിൻ്റെ ടാക്സേഷൻ്റെ അകത്ത് എന്താ? അത് ഒരു നിശ്ചിത എമൗണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു 2%. അങ്ങനെ കോമ്പോസിഷൻ സ്കീമിൽ ചേർന്ന് കഴിയുമ്പം അവരവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ടാക്സ് പേ ചെയ്യണം, വയറൊന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കോമ്പോസിഷൻ സ്കീമിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സപ്ലയർ ആണ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എങ്കിൽ, however, if a registered person is dealing only in exempted supplies or availing the composition scheme, then such a registered person needs to issue a bill of supply in lieu of invoice. ബിൽ ഓഫ് സപ്ലൈ ആണ് ഇൻവോയ്സിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്യേണ്ടത്. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ഡീൽ ചെയ്യുന്നത്, രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് ഡീലിംഗ് ഓൺലി ഇൻ എക്സംപ്റ്റഡ് സപ്ലൈസ്. എക്സംപ്റ്റഡ് സപ്ലൈസിലോ അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിലോ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഇൻസ്റ്റഡ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ഹി ഷാൽ ഇഷ്യൂ എ ബിൽ ഓഫ് സപ്ലൈ. അവിടെ ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യുന്നത്, ടാക്സ് ഇൻവോയ്സ് അല്ല. രണ്ടാമത്തെ ഡോക്യുമെന്റായി ഏത് സാഹചര്യങ്ങളിലാണ് ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യേണ്ടി വരുന്നത്? Then again, the invoice should contain description, quantity and value and such other prescribed particulars, and the description and value of such other prescribed particulars. എല്ലാ പർട്ടിക്കുലേഴ്സും ഇൻവോയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതാ കൃത്യമായിട്ട് പറയുന്നത്. ഇൻവോയ്സ് ഷുഡ് കണ്ടെയ്ൻ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ഓഫ് സച്ച് പ്രിസ്ക്രൈബ് പർട്ടിക്കുലേഴ്സ് ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ക്വാണ്ടിറ്റിയും വാല്യൂവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം ഇൻവോയ്സിൽ. ഇനി റിഗാർഡിംഗ് ദി സപ്ലൈ ഓഫ് സർവീസസ് ആണെങ്കിൽ എന്താ? ദി ഡിസ്ക്രിപ്ഷൻ ആൻഡ് വാല്യൂ ഓഫ് സച്ച് അതർ പ്രിസ്ക്രൈബ് പർട്ടിക്കുലേഴ്സ്. അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി ഒഴികെ മറ്റെല്ലാ പർട്ടിക്കുലേഴ്സും സർവീസസിന്റെ സപ്ലൈ ഇൻവോയ്സ് ആണെങ്കിൽ അത് ഉൾപ്പെടുത്തിയിരിക്കണം. ആൻ ഇൻവോയ്സ് ഓർ എ ബിൽ ഓഫ് സപ്ലൈ. ഇനി ഇതിന് an invoice or a bill of supply need not be issued if the value of the supply is less than 200 rupees. ജനറൽ ആയിട്ട് പറയുന്നത് 200 രൂപയിൽ താഴെ വരുന്ന സപ്ലൈ ആണെങ്കിൽ റിഗാർഡിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് രണ്ടിനും അവിടെ എന്താ ഒരു ബിൽ ഓഫ് സപ്ലൈയോ ഇൻവോയ്സോ ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. വാല്യൂ ഓഫ് സപ്ലൈ ലെസ് ദാൻ 200 ആൻഡ് ഇൻവോയ്സ് ഓർ എ ബിൽ ഓഫ് സപ്ലൈ need not be issued
ബിൽ ഓഫ് സപ്ലൈയോ ഇൻവോയ്സോ ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ആ വാല്യൂ 200 രൂപയിൽ താഴെയാണ് എങ്കിൽ ജനറലായിട്ട് നമ്മൾ ഇൻവോയ്സിനെ കുറിച്ചും ബിൽ ഓഫ് സപ്ലൈയെ കുറിച്ചും ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മയിലിരിക്കേണ്ടത്. ഇനി ഇൻവോയ്സിങ് അണ്ടർ GST, GSTയുടെ നിയമപ്രകാരം അല്ലെങ്കിൽ GSTയുടെ കീഴിൽ ഇൻവോയ്സിങ് എപ്പോഴൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്? ടാക്സ് ഇൻവോയ്സ് ഹാവ് ടു ബി റേസ്ഡ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ്. ചില സാഹചര്യങ്ങളിൽ ടാക്സ് ഇൻവോയ്സ് റേസ് ചെയ്യണം. ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്, ഇൻവോയ്സ് ഷാൽ ബി റേസ്ഡ് within the prescribed time as enumerated below. Tax invoice shall be raised in case of supply of goods within the prescribed time. ഒരു ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് ടാക്സ് ഇൻവോയ്സ് റൈസ് ചെയ്യാനായിട്ട്. അത് ഓരോ സാഹചര്യങ്ങളിലും ഓരോ ടൈം ലിമിറ്റ് ആയിരിക്കും. അതിങ്ങനെ എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. GST ആക്ടിൽ 1 by 1 ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ടാക്സ് ഇൻവോയ്സ് റേസ് ചെയ്യേണ്ടത്. അത് രണ്ട് കാര്യങ്ങൾക്കും, സപ്ലൈ ഓഫ് ഗുഡ്സിനും സപ്ലൈ ഓഫ് സർവീസസിനും വ്യത്യസ്തമായിട്ട് തന്നെ GST നിയമത്തിൽ ആ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. റിഗാർഡിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ്, where there is actual movement of goods, then before or at the time of removal of such goods. ആദ്യത്തെ റൂളിൽ പറയുന്നത് എന്താ? ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ, ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ, then before or at the time of removal of such goods. രണ്ടാമത്, if there is no movement involved, ഗുഡ്സിന്റെ മൂവ്മെന്റ് ഇല്ല എങ്കിൽ, then earlier or making available of such goods. So earlier of ഡെലിവറിയോ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ അവൈലബിൾ ആക്കുന്നോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോൾ ഇൻവോയ്സ് റൈസ് ചെയ്തിരിക്കണം. മൂന്നാമത്, ഇൻ കേസ് ഓഫ് സക്സസീവ് ഇഷ്യൂൻസ് ഓഫ് ഗുഡ്സ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് പല പല ലോട്ടുകളായിട്ട് ഗുഡ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, then earlier of each such issuance, ഓരോ ഇഷ്യൂവൻസിനും മുമ്പായിട്ട് GST ഇൻവോയ്സ് റൈസ് ചെയ്തിരിക്കണം. ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ഒന്നിനു പുറകെ ഒന്നായിട്ടാണ്. സക്സസീവ് ഇഷ്യൂവൻസ് ഓഫ് ഗുഡ്സ്, ബിഫോർ ഈച്ച് ഇഷ്യൂവൻസ് ഓഫ് ഗുഡ്സ് ഇൻവോയ്സ് ഷാൽ ബി റൈസ്ഡ്. Then fourth one, on receipt of goods when GST is applicable on a reverse charge basis. എന്താ? on the receipt of goods, ഗുഡ്സ് കയ്യിൽ കിട്ടുമ്പോൾ, റിസീവ് ചെയ്യുമ്പോൾ, when on GST is applicable on a reverse charge basis. എന്താ? റിവേഴ്സ് ചാർജ് ബേസിസിലാണെങ്കിൽ on the receipt of goods or at the time of receiving the goods ആണ്. സാധനങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ ഇൻവോയ്സ് റൈസ് ചെയ്യണം. ഏത് സാഹചര്യത്തിലാണ്? ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് ബേസിസ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആകുന്ന കേസിൽ സാധനങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ ഇൻവോയ്സ് റൈസ് ചെയ്യണം. വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ അപ്രൂവൽ ബേസിസ്, ഈ സാധനങ്ങൾ വിൽക്കുന്നത് അപ്രൂവൽ ബേസിസിലാണെങ്കിൽ, then earlier of 6 months from the removal date or before or at the time of such removal. അതാണ് ഇതിൻ്റെ എന്താ? നമ്മൾ ഗുഡ്സ് ആർ സോൾഡ് ഓൺ അപ്രൂവൽ ബേസിസിലാണെങ്കിൽ എപ്പോഴാണ് ഇൻവോയ്സ് റൈസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Then similarly in case of supply of services, ഇനി സർവീസസിന്റെ കാര്യമാണ് എങ്കിൽ, in case of supply of services within 30 days from the actual supply, ആക്ച്വൽ സപ്ലൈ കഴിഞ്ഞ് 30 ദിവസത്തിനകം, in case of supply of services, ഈ ഇൻവോയ്സ് റൈസ് ചെയ്യേണ്ട റൂള് ഗുഡ്സിനും സപ്ലൈ ഓഫ് സർവീസസിനും രണ്ടും വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. In case of supply of services, 1. within 30 days from the actual supply, within 30 days from the actual supply of services. 2. in case of continuous supply, സപ്ലൈ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, where due date can be ascertained. അപ്പം ഓരോ സപ്ലൈയുടെയും ഡ്യൂ ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് അസർട്ടൈൻ ചെയ്യാം, കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമെങ്കിൽ,
then 30 days from the actual payment date, can be ascertained, then 30 days from such due date. ഡ്യൂ ഡേറ്റ് അറിയാമെങ്കിൽ 30 days from the due date, ഇപ്പം ആ ഡ്യൂ ഡേറ്റ് അതിനുശേഷം 30 ദിവസത്തിനകം, ഡ്യൂ ഡേറ്റ് എന്താ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 30 ദിവസത്തിനകം. Then in case of continuous supply where due date cannot be ascertained, സപ്ലൈ കണ്ടിന്യൂസ് ആണ്, പക്ഷെ ഓരോ സപ്ലൈയുടെയും ഡ്യൂ ഡേറ്റ് അറിയില്ല, ഓരോ സപ്ലൈയും നടത്തേണ്ട ഡേറ്റ് അറിയില്ല എങ്കിൽ then 30 days from the actual payment date, ഇവിടെ എന്താ 30 days from the actual payment date, പേയ്മെന്റ് ഡേറ്റ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് റൈസ് ചെയ്തിരിക്കണം, ഇഷ്യൂ ചെയ്തിരിക്കണം. Then in case of cessation of supply, സപ്ലൈ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു, സപ്ലൈ സീസ് ചെയ്യുന്ന അവസരത്തിൽ ബിഫോർ ദി കോൺട്രാക്ട് എൻഡ്സ്, ഇപ്പോൾ എന്താ കോൺട്രാക്ട് അവസാനിക്കുന്നതിന് മുമ്പ്, ഒരു കണ്ടിന്യൂസ് സപ്ലൈ ആയിരുന്നു, പക്ഷെ കോൺട്രാക്ട് അവസാനിക്കുന്നതിന് മുമ്പ് സപ്ലൈ സ്റ്റോപ്പ് ചെയ്യുകയാണ് എങ്കിൽ then at the time of such cessation, ഇപ്പോൾ എപ്പോഴാണോ ഈ സപ്ലൈ സ്റ്റോപ്പ് ചെയ്യുന്നത് ആ അവസരത്തിൽ ഇൻവോയ്സ് റൈസ് ചെയ്തിരിക്കണം. ഇതാണ് ടൈം ഓഫ് റൈസിംഗ് ഇൻവോയ്സ് റിഗാർഡിംഗ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത് രണ്ടിനും വ്യത്യസ്തമായ നിയമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് GST നിയമപ്രകാരം. Then issue of tax invoice or a bill of supply by a registered person. എപ്പോഴാണ് രജിസ്റ്റേർഡ് പേഴ്സൺ ടാക്സ് ഇൻവോയ്സോ ബിൽ ഓഫ് സപ്ലൈയോ ഇഷ്യൂ ചെയ്യുന്നത്? റൈസ് ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും വ്യത്യസ്തമാണ്. Then goods, in case of goods, the time for issuing an invoice would depend on the nature of supply. So in case of goods, the time for issuing an invoice would depend on the nature of supply, whether it is a supply of goods or services. The nature of supply കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ, ഇത് സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസോ ആണോ എന്നുള്ളതാണ്. കാരണം സപ്ലൈ ഓഫ് ഗുഡ്സിനും സപ്ലൈ ഓഫ് സർവീസസിനും വ്യത്യസ്തമായ റെഗുലേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് ടാക്സബിൾ ഗുഡ്സ് ഷാൽ ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്, ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് where supply involves movement of goods. സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉൾപ്പെടുന്ന ഒരു സപ്ലൈ ആണെങ്കിൽ ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് സപ്ലൈ, ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് അണ്ടർ സച്ച് സപ്ലൈ, ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്. ബിഫോർ അറ്റ് ദി ടൈം എന്താ, ഈ സാധനങ്ങളുടെ മൂവ്മെന്റ് ആരംഭിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മൂവ്മെന്റ് ആരംഭിക്കുന്നതോട് കൂടിയോ അല്ലെങ്കിൽ ആ മൂവ്മെന്റിനോട് കൂടിയോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. Then or delivery or making available thereof to the recipient. അതെന്ത് കേസിലാണ്? where is supply involves movement of goods or delivery or making available thereof to the recipient, issue a tax invoice. ഇനി ഇവിടെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല എങ്കിലാണ് പറഞ്ഞിരിക്കുന്നത് ഡെലിവറി ഓർ മേക്കിംഗ് അവൈലബിൾ thereof to the recipient, issue a tax invoice. Then സർവീസസ് ആണെങ്കിൽ registered person supplying taxable services shall before or after the provision of service, രണ്ടുണ്ട്, shall before or after the provision of service, but within a prescribed period, issue a tax invoice showing the description, value, tax charge thereupon and such other particulars as prescribed in invoice rules. രണ്ടും വ്യത്യസ്തമായ റെഗുലേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. Again, the government may on recommendations of the council, മൂന്നാമത് പറയുന്നുണ്ട്, the government may on recommendation of the council by notification, എന്താ കൗൺസിൽ GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഗവൺമെന്റിന് നോട്ടിഫിക്കേഷനിലൂടെ ആൻഡ് സബ്ജക്ട് ടു സെറ്റ് കണ്ടീഷൻസ് ആസ് മേ ബി മെൻഷൻ therein, ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് പ്രകാരം specify the categories of services in respect of which any other document, ഗവൺമെന്റ് പറയാം ഇൻവോയ്സിനോ ബിൽ ഓഫ് സപ്ലൈക്കോ പകരമായിട്ട് മറ്റേതെങ്കിലും ഡോക്യുമെന്റ്, any other document issued in relation to supply shall be deemed to be a tax invoice. ഇപ്പൊ ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനിലൂടെ പറയാം ഇൻവോയ്സിന് പകരമായിട്ട് മറ്റേതെങ്കിലും ഡോക്യുമെന്റ് നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കുമോ?
or tax invoice may not be issued. ചില സാഹചര്യങ്ങൾ എന്താ, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല, അതും ഗവൺമെന്റിന് പറയാവുന്നതാണ്. ദെൻ റൂൾസ് റിലേറ്റിംഗ് ടു ടാക്സ് ഇൻവോയ്സ്, നമ്മളിതുവരെ സെക്ഷൻ വൈസ് ജനറൽ ആയിട്ടുള്ള ലോ ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിന്റെ റൂൾസ് റിലേറ്റിംഗ് ടു ടാക്സ് ഇൻവോയ്സ്, ടാക്സ് ഇൻവോയ്സിന്റെ റൂൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? റൂൾ 46 ആണ്. റൂൾ 46ൽ പറഞ്ഞിരിക്കുന്നത് കണ്ടന്റ് ഓഫ് ഇൻവോയ്സ് ആണ്. ജനറലി ഒരു ഇൻവോയ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം, ദാറ്റ് ഈസ് വെരി ക്ലിയർലി ഗിവൺ ഇൻ റൂൾ 46 ഓഫ് ദി GST ആക്ട്. GST ആക്ടിലെ റൂൾ 46ൽ ഒരു ഇൻവോയ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ റൂൾ 46 പ്രകാരം there is no format prescribed for an invoice. ഒരു ഇൻവോയ്സിന് റൂൾ 46 പ്രകാരം ഒരു പ്രത്യേക ഫോർമാറ്റ് ഇല്ല. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നേ പറയുന്നുള്ളൂ, അതിന് പ്രിസ്ക്രൈബ് ഫോർമാറ്റ് ഇല്ല. However, invoice rules make it mandatory for an invoice to have the following fields. എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് മാൻഡേറ്ററി ആയിട്ട് ഉൾപ്പെടുത്തണമെന്ന് റൂൾ 46 പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കണം? അതിൽ എ, നെയിം, അഡ്രസ് ആൻഡ് GSTN ഓഫ് സപ്ലയർ, GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓഫ് സപ്ലയർ. നെയിം, അഡ്രസ് ആൻഡ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓഫ് സപ്ലയർ നിർബന്ധമായിട്ടും ഒരു ഇൻവോയ്സിൽ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് എ കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം. ഇൻ വൺ ഓർ മൾട്ടിപ്പിൾ സീരീസ് കണ്ടെയ്നിങ് ആൽഫബറ്റ്സ് ഓർ ന്യൂമറൽസ് ഓർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് ഹൈഫൺ ഓർ ഡാഷ് ഓർ സ്ലാഷ് ആൻഡ് യൂണീക് ഫോർ എ ഫിനാൻഷ്യൽ ഇയർ. ഇത് ഓരോ ഫിനാൻഷ്യൽ ഇയറിനും യുണീക്ക് ആയിരിക്കണം. അപ്പോൾ ഓരോ ഫിനാൻഷ്യൽ ഇയറും കഴിയുമ്പോൾ ഇതെല്ലാം മാറണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, രണ്ടാമത് ഉൾപ്പെടുത്തേണ്ട കാര്യം. ദെൻ നെക്സ്റ്റ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ. എല്ലാ GST ഇൻവോയ്സിനും ഡേറ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടായിരിക്കണം. ദെൻ നെയിം, അഡ്രസ് ആൻഡ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓർ UIN, യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ if registered of the റെസിപ്പിയൻ്റെ യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ സാധാരണയായിട്ട് വരുന്നത് എന്താണ്? അത് എക്സംപ്റ്റഡ് ക്ലാസ് അല്ലെങ്കിൽ ഫോറിൻ ഡിപ്ലോമാറ്റിക് മിഷൻസ് ആൻഡ് എംബസീസിനൊക്കെയാണ് സാധാരണയായിട്ട് യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കുന്നത്. ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി റെസിപ്പിയൻ ആൻഡ് ദി അഡ്രസ് ഓഫ് ദി ഡെലിവറി along with the name of the state and its code. If such recipient is unregistered and where the value of taxable supply is 50,000 rupees or more, then അടുത്തായിട്ട് പറയുന്നത് HSN കോഡ്, ദ ഹാർമനൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ കോഡ്. ഇത് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത് 1988 നിലവിൽ വന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്, വിച്ച് ഈസ് യൂസ് ഓൾ ഓവർ ദി വേൾഡ്. 200-ലധികം രാജ്യങ്ങളിൽ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഇപ്പോൾ നിലവിലുണ്ട്. 5000-ലധികം ഗുഡ്സ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, സപ്ലൈ പ്രകാരം വരുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ക്വാണ്ടിറ്റി ഇൻ കേസ് ഓഫ് ഗുഡ്സ് ആൻഡ് യൂണിറ്റ് ഓർ യൂണിക് ക്വാണ്ടിറ്റി കോഡ്. ദെൻ ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓർ ബോത്ത്. Taxable value of supply of goods and services or both. Then rate of tax, place of supply along with name of the state. ഇതെല്ലാം GST ഇൻവോയ്സിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. പ്ലേസ് ഓഫ് സപ്ലൈ along with name of the state. അപ്പം ഏത് പ്ലേസിലാണ്, ഏത് സ്റ്റേറ്റിലാണ് ഈ സപ്ലൈ നടത്തുന്നത്. ഇൻ കേസ് ഓഫ് എ സപ്ലൈ ഇൻ ദി കോഴ്സ് ഓഫ് ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ഓർ കൊമേഴ്സ്, ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ഓഫ് കൊമേഴ്സോ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ നെയിം ഓഫ് സ്റ്റേറ്റും ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ അഡ്രസ് ഡെലിവറി വേർ ദി സെയിം ഈസ് ഡിഫറെന്റ് ഫ്രം ദി പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി പ്ലേസ് ഓഫ് സപ്ലൈയും ഡെലിവറി പ്ലേസും വ്യത്യസ്തമാണ് എങ്കിൽ അഡ്രസ് ഓഫ് ഡെലിവറി ഉൾപ്പെടുത്തിയിരിക്കണം. വെദർ ദി ടാക്സ് ഈസ് പേയബിൾ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്,
ഇനി ടാക്സ് റിവേഴ്സ് ചാർജ് ബേസിസിലാണോ പേ ചെയ്യേണ്ടത്? സിഗ്നേച്ചർ ഓർ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓഫ് ദി സപ്ലയർ ഓർ ഹിസ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്. ഇത്രയും കാര്യങ്ങൾ റൂൾ 46 പ്രകാരം ഒരു GST ഇൻവോയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കണം.